ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കാം. എന്താണ് ദൈവവചനം? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇവിടെയെല്ലാം പറയുവാണ് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കാണ് ദൈവവചനം അഥവാ ഡിവൈൻ വേഡ്. ദൈവം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തപ്പോൾ രൂപരഹിതമായിരുന്ന ഭൂമി സൃഷ്ടിക്കപ്പെടുകയും ഓരോ സന്ധ്യയിലും അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തപ്പോൾ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് ദൈവവചനത്താൽ. അതാണ് ദൈവവചനം. എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നതും എല്ലാം സംരക്ഷിക്കപ്പെടുന്നതും ദൈവവചനത്താലാണ്. അതാണ് ഹെബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത്. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ദൈവം ഈ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ വചനത്താലാണ്. ഈ വചനത്താൽ നമ്മളെല്ലാം സംരക്ഷിക്കപ്പെടുന്നു. ഈ വചനം മാംസമായത് എപ്പോഴാണ്? ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളായി നാം പാപത്തിൽ വീണു പോയപ്പോൾ നമ്മളെ വീണ്ടും ആ പറുദീസായിലേക്ക് കയറ്റാൻ വേണ്ടി, വീണ്ടും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടി ആ ദൈവവചനം മാംസമാവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഈ വചനം മാംസമാവുകയാണ്. ഈ മാംസമായ വചനം നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവവചനങ്ങൾ ആക്കി മാറ്റുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 34-35 തിരുവചനത്തിൽ ഈശോ നമ്മോട് പറയുകയാണ്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അപ്പം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാലോ, വചനത്താൽ നമ്മൾ പൂരിതരായാലോ, നമ്മളെല്ലാവരും കൊച്ചു കൊച്ചു ദൈവങ്ങളായി മാറും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് വെളിപാട് പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. നാം കണ്ടു വചനം മാംസമായി. ഈ മാംസമായ വചനം നമുക്ക് വേണ്ടി മുറിയപ്പെട്ട് രക്തത്തിൽ പിടയുകയാണ്. എന്നിട്ട് പറയണ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന അവൻ്റെ നാമം എന്താണ്? ദൈവവചനം എന്നാണ്. ഈ നാമത്തിലാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. ഈ നാമമാണ് നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. അതാണ് നിയമാവർത്തനം 28:10 പറയുന്നത്, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ഭയപ്പെടുവാൻ ഞാൻ ഇടയാക്കും. നമ്മൾ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാലോ, ദൈവനാമം ഹൃദയത്തിൽ സൂക്ഷിച്ചാലോ നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. സാത്താൻ ഭയന്ന് വിറയ്ക്കുകയാണ്. അതാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നത്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. സാത്താനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ ഓടിക്കയറി അതിൽ സുരക്ഷിതമായി കഴിയുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ ആ ഗോപുരത്തിൽ, എന്താണ് ദൈവത്തിൻ്റെ ഗോപുരം? കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. കർത്താവിൻ്റെ നാമം എന്താണ്? ദൈവവചനമാണ്. ഈ വചനങ്ങളെല്ലാം കൂടി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാലോ, ഈ വചനത്താൽ നമ്മൾ നയിക്കപ്പെടാൻ തുടങ്ങിയാലോ നമ്മൾ വലിയ ഒരു ഗോപുരങ്ങളായി മാറും. നമ്മൾ ഓരോരുത്തരും
സുരക്ഷിതരായിട്ട് കഴിയേണ്ടത് ഈ കർത്താവിൻ്റെ നാമത്തിലാണ്, ദൈവവചനത്തിലാണ്. വചനം അത്രമാത്രം ശക്തിയാണ്. അതാണ് 119 സങ്കീർത്തനത്തിൽ 89 തിരുവചനത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. സ്വർഗരാജ്യത്തിൽ സുസ്ഥാപിതമായിരിക്കും ദൈവവചനമാകുന്ന ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാലോ നമ്മൾ ഓരോരുത്തരും ശക്തരായി മാറുകയാണ്. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനം 9 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം ദൈവം അരുളി ചെയ്ത വാക്കിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. അതാണ് 2 തിമോത്തിയോസ് 2 തിരുവചനത്തിൽ പറയുന്നത്, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ നമുക്കുള്ള പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മോട് വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനത്താൽ നമ്മൾ നയിക്കപ്പെടുന്നവരാണോ എങ്കിൽ നമുക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 13 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകുകയില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. ഈ വചനത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കാം. നമ്മൾ ഓരോരുത്തരും ഈ വചനത്താൽ നയിക്കപ്പെട്ടവരാകാൻ തുടങ്ങിയാലോ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതാണ് 105 സങ്കീർത്തനത്തിൽ 16 മുതലുള്ള തിരുവചനത്തിൽ, അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുമ്പായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. ഇത് പൂർവ്വ പിതാവായ ജോസഫിനെക്കുറിച്ച് പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജോസഫിൻ്റെ ചെറുപ്രായത്തിൽ ജോസഫ് ഒരു സ്വപ്നം കാണാനിടയായി. എന്തായിരുന്നു ആ സ്വപ്നം? സൂര്യനും ചന്ദ്രനും എല്ലാവരും വന്ന് ജോസഫിനെ വണങ്ങുന്നതായിട്ട്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു, കർത്താവിൻ്റെ വചനമായിരുന്നു. അപ്പോൾ സഹോദരന്മാരെല്ലാം സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ട് അടിമയായി അവനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൻ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു. പിന്നീട് ഫറവോയുടെ രാജകൊട്ടാരത്തിൽ എത്തി ഫറവോയ്ക്ക് തുല്യനായി മാറുകയാണ് ജോസഫ്. എന്നിട്ട് ആ വചനം പൂർത്തിയാക്കേണ്ട ഇവിടെയെല്ലാം പറയുകയാണ്, അവൻ പ്രവചിച്ചത് നിറവേറുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഒത്തിരി സഹിക്കേണ്ടി വരും. അപ്പോഴെല്ലാം നാം പതറരുത്. ഇവിടെയെല്ലാം പറയുകയാണ്, കർത്താവിൻ്റെ വചനം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ഉറച്ചു നിന്നാലോ ആ വചനം അതേപടി സംഭവിക്കും. കാരണം കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അവിടുത്തെ വചനത്തിന് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. ഈ വചനത്തെ ആർക്കും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഈ വചനത്തെ ആർക്കും തളച്ചിടാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ദൈവവചനത്തിന് വേണ്ടിയാണ് സഹിക്കുന്നതെങ്കിൽ നമ്മളെ ആരെല്ലാം പൂട്ടിയിട്ടാലും ആരെല്ലാം ബന്ധിച്ചിട്ടാലും നമ്മൾ വചനത്തിലാണോ വചനമാണോ നമ്മളെ നയിക്കുന്നത്, നമ്മളെ ആർക്കും തൊടാൻ സാധിക്കുകയില്ല. കാരണം ദൈവവചനം അത്രമാത്രം ശക്തമാണ്. അതാണ് 2 തിമോത്തിയോസ് 2 തിരുവചനത്തിൽ പറയുന്നത്, ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഒരു കുറ്റവാളികളെ പോലെ നമ്മൾ വിലങ്ങുകൾക്ക് വരെ അധീനനാകും. പക്ഷേ ഇവിടെ പറയാണ്, എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വഴികൾ അത്രമാത്രം വിസ്തൃതമാണ്. ഒരു വഴി അടച്ചാൽ ദൈവവചനം എല്ലായിടത്തും എത്തപ്പെടാൻ വേണ്ടി ഈ ദൈവവചനത്തിനെ പ്രതിയാണോ പീഡകൾ സഹിക്കുന്നത് എങ്കിൽ നമ്മൾ ധൈര്യമായിരിക്കണം. കാരണം കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. ഒരിക്കലും നമ്മളെ കർത്താവ് കൈവിടുകയില്ല. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 10 അധ്യായം നമ്മൾ ഓരോരുത്തരും വായിച്ച് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകം 10 അധ്യായം
ദൈവം എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് എല്ലാം പറയുന്നുണ്ട്. ഒരിക്കലും പകുതിയാകുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. വചനം അങ്ങനെയാണ്, നമ്മളെ അവസാനം വരെ കാത്തു സൂക്ഷിക്കും. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനത്തിൽ, ഒരു നീതിമാൻ സഹോദരൻ്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു, അവന് ദൈവരാജ്യം കാണിച്ചു കൊടുത്തു. ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരിക്കുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു. രൂക്ഷമായ മത്സരക്കളത്തിൽ അവൾ അവനെ വിജയിച്ചു. അങ്ങനെ ദൈവഭക്തി എല്ലാറ്റിനേക്കാൾ ശക്തമാണെന്ന് പഠിപ്പിച്ചു. എല്ലാം പറയുന്നുണ്ട്. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗ്രഹത്തിൽ അവനോടൊത്ത് ഇറങ്ങി. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത, നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. നമ്മൾ വിൽക്കപ്പെടുമ്പോൾ, പീഡകൾ സഹിക്കുമ്പോൾ ഈ ദൈവവചനം കാരാഗ്രഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മോടൊപ്പം ഇറങ്ങും, നമ്മളെ കൈവിടുകയില്ല. അതേസമയം മനുഷ്യരാണെങ്കിലോ എപ്പോഴും നമുക്ക് ഉയർച്ചയാണെങ്കിൽ കൂട്ടുനിൽക്കും, നമുക്ക് അപമാനവും നമുക്ക് നിന്ദനവും പീഡനങ്ങളും കഷ്ടപ്പാടുമാണെങ്കിൽ മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല. സമയം നമ്മൾ ഈശോയോട് വിശ്വസ്തരാണെങ്കിലോ കർത്താവിൻ്റെ വചനത്തോട് വിശ്വസ്തരാണെങ്കിലോ ഇതെല്ലാം പറയുകയാണ്. കാരാഗ്രഹത്തിൽ അവനോടൊത്ത് ഇറങ്ങി. രാജകീയമായ ചെങ്കോലും തൻ്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുന്നുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിൻ്റെ ആരോപണം കള്ളമാണെന്ന് തെളിയുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിനോട് വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടിയാണ്. ഈ വചനത്തോട് നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരാണെങ്കിലോ വചനം നമ്മളെ നയിക്കും. വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. സങ്കീർത്തനം 12-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തമാണ്. ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്യപ്പെട്ട വെള്ളിക്ക് 2 കൊരിന്തോസ് 2-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നത്, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെപ്പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ മായം ചേർക്കാത്ത വചനമാണ് നമ്മളെങ്കിൽ കാരാഗ്രഹത്തിൽ പോകേണ്ടി വരും. പക്ഷേ കർത്താവ് അവിടെയെല്ലാം നയിച്ച് വിലങ്ങ് വയ്ക്കപ്പെടാൻ സാധ്യമല്ലാത്ത ദൈവവചനം നമ്മളെ എല്ലാ വിലങ്ങുകളിൽ നിന്ന് പൊട്ടിച്ചെടുക്കും. അതാണ് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് ചെങ്ങലകളിൽ ബന്ധിതരായിരുന്ന അവരെ ചെങ്ങലകളെല്ലാം അഴിക്കപ്പെടുകയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. ഇവയെല്ലാം തുളച്ചു കയറി നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ഈ ദൈവവചനം. ദൈവവചനത്തിൽ നമുക്കായിരിക്കാം. ഈ വചനം നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. സങ്കീർത്തനം 119 9-ഉം 11-ഉം തിരുവചനത്തിലെല്ലാം പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ കർത്താവിൻ്റെ നാമം നമ്മൾ ഓരോരുത്തരും വഹിക്കുന്നവരായി മാറും. അതാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 14-ാം വചനത്തിൽ പറയുന്നത്, യുവാക്കന്മാരെ, യുവതികളെ, പിതാക്കന്മാരെ, മാതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശക്തന്മാരാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിച്ചുകൊണ്ട് ഈ ദുഷ്ടനെ ജയിച്ചുകൊണ്ട് വിലങ്ങ് വയ്ക്കാത്ത വചനത്തിലും നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആർക്കും വിലങ്ങ് വയ്ക്കുകയില്ല. ഏത് നമുക്ക് വേണ്ടി കെണികൾ ഒരുക്കിയാലും വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടും. അതാണ് 23-ാം സങ്കീർത്തനത്തിൽ ഞാൻ വായിക്കുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഈ വചനം നമ്മുടെ കൂടെയുണ്ടോ?
മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നമുക്ക് നടക്കാം. നമ്മളെ ആരും ഭയപ്പെടുത്തുകയില്ല. വചനം നമുക്ക് പാതകളൊരുക്കും. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മുടെ പുറകെ വരുമെന്ന് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 12 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ ദൈവനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗിദെയോൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പവും ഇറച്ചിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന്. അപ്പോൾ ദൈവദൂതൻ പറയാണ്, നീ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാമെന്ന്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം, നാം പോകുന്ന വഴിയിലെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കൂടെയുള്ള ദൈവം, ആ കൂടെയുള്ള ദൈവത്തിൻ്റെ കൂടെ നമുക്കുമായിരിക്കാം. മോശെ കർത്താവിനോട് ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ കർത്താവ് ജനത്തോട് കൂടെ, മോശെ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്നെന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് എന്നെ അറിയിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയെല്ലാം കർത്താവ് മോശയോട് ദൈവജനത്തെ നയിക്കാനും പറഞ്ഞിട്ട് ആരാണ് കൂടെയൊന്നൊന്നും അറിയില്ല. അപ്പോൾ മോശ കർത്താവിനോട് പറയാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരുന്നുമെങ്കിൽ ഞാനും എൻ്റെ ജനതയും ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് പറയണം. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടി വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ദൈവവും മനുഷ്യനുമായിട്ടുള്ള സംസാരം ഇതാണ്. അപ്പം നമ്മുടെയും യാത്രയിൽ നമ്മൾ കർത്താവിനോട് പറയണം, അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യണമേ. അപ്പം കർത്താവ് പറയണം, ഞാൻ നിങ്ങളോട് കൂടി വരും. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിനും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ കർത്താവിനോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റിക്കൊടുക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പ്രീതി മോശ നേടി. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രീതി നേടിയാലോ നമ്മുടെ കൂടെ കർത്താവ് വരും. നാം പോകുന്നിടത്തെല്ലാം ഈ വചനം നമ്മളെ നയിക്കും. വചനത്താൽ നമുക്ക് നയിക്കപ്പെടാറാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ, നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. അപ്പം നടക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന ദൈവവചനം, കിടക്കുമ്പോൾ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവവചനം, ഉണരുമ്പോൾ നമ്മളെ ഉപദേശിക്കുന്ന ദൈവവചനം നമുക്ക് ഹൃദയത്തിലാക്കാം. വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും അനുഭവേദ്യമാക്കാം. ഒരിക്കലും പരാജിതമാകാതെ പാഴായി പോകാത്ത വചനം നമ്മളെ നയിക്കട്ടെ. മനുഷ്യൻ്റെ വാക്കുകൾ ഒരിക്കലും വിശ്വസ്തമായിരിക്കുകയില്ല, അതെന്നും മാറിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വാക്കുകളോ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. നിത്യജീവൻ നമുക്ക് നൽകും. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും സമൃദ്ധി തന്ന് നമ്മളെ നയിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.